ഹായ്, എല്ലാവർക്കും സ്വാഗതം. സൈക്കോളജിസ്റ്റ്, സൈക്കോ അനലിസ്റ്റ്, ഓർത്തോഡോണ്ടിസ്റ്റ്, ഓസ്റ്റിയോപാത്ത് ഇതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്കുകളല്ലേ? പക്ഷേ സത്യം പറഞ്ഞാൽ ആരാണ് ശരിക്കും എന്ത് ചെയ്യുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് പലപ്പോഴും ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. എന്നാൽ ഇന്ന് നമുക്ക് ആ സംശയങ്ങളൊക്കെ അങ്ങ് തീർക്കാം. ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ ആരാണ് എന്ത് ചെയ്യുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചു നിന്നിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇത് വളരെ സാധാരണമായൊരു സംശയമാണ്. അപ്പോൾ നമുക്കൊരുമിച്ച് ഈ വാക്കുകൾക്കിടയിലുള്ള വ്യത്യാസം എന്താണെന്ന് കണ്ടുപിടിക്കാം. ഇതിന് ശരിക്കും ഒരു എളുപ്പവഴിയുണ്ട്. വെറുതെ വാക്കുകൾ കാണാപ്പാഠം പഠിക്കുന്നതിന് പകരം ഓരോ ജോലിയുടെയും പിന്നിലുള്ള യഥാർത്ഥ ആശയം, ആ ഒരു ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? നമ്മൾ 10ഓളം വ്യത്യസ്ത പ്രൊഫഷണലുകളെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. പക്ഷേ ഇതൊരു സാധാരണ ലിസ്റ്റ് ആയിരിക്കില്ല. ഓരോ പേരിനും പിന്നിലെ ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു ആശയം എന്താണെന്ന് മനസ്സിലാക്കിയാവും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങും? നമുക്ക് ഏറ്റവും കോംപ്ലക്സായ, ഏറ്റവും സങ്കീർണമായ ഒരിടത്തുനിന്ന് തന്നെ തുടങ്ങിയാലോ? അതെ, നമ്മുടെ എല്ലാം ചിന്തകളും വികാരങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ രൂപപ്പെടുന്ന മനുഷ്യ മനസ്സിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കേ, അപ്പോൾ ആദ്യം മനസ്സിന്റെ ലോകം കൈകാര്യം ചെയ്യുന്ന വിദഗ്ധർ ആരൊക്കെയാണെന്ന് നോക്കാം. ഇവിടെയാണ് ഏറ്റവും വലിയ കൺഫ്യൂഷൻ വരുന്നത്. ഒരു സൈക്കോളജിസ്റ്റ് നോക്കുന്നത് നമ്മുടെ പെരുമാറ്റത്തെയാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിലാണ് അവരുടെ ഫോക്കസ്. എന്നാൽ ഒരു സൈക്കോ അനലിസ്റ്റ്, പ്രത്യേകിച്ച് ഫ്രോയിഡിൻ്റെയൊക്കെ തിയറികളിൽ നിന്ന് വരുന്ന ആളാണ്, അദ്ദേഹം നോക്കുന്നത് നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു എന്നാണ്. അതിനുവേണ്ടി നമ്മുടെയൊക്കെ അബോധ മനസ്സിലേക്കാണ് അവരിറങ്ങിച്ചെല്ലുന്നത്. ഓക്കെ, അപ്പം മനസ്സിൽ നിന്ന് നമുക്ക് ശരീരത്തിലേക്ക് വരാം. നമ്മുടെ ശരീരത്തിന്റെ ഘടനയിലും പ്രവർത്തനങ്ങളിലും ശ്രദ്ധിക്കുന്ന 4 വിദഗ്ധരെയാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. ശരീരത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ നമുക്കൊരു പുഞ്ചിരിയിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? നമ്മൾ പല്ലിലെ കമ്പിയിടുന്ന കാര്യമൊക്കെ പറയുമ്പോൾ ആദ്യം ഓർക്കുന്ന പേരാണല്ലേ ഓർത്തോഡോണ്ടിസ്റ്റ്. ശരിയാണ്, പല്ലുകളുടെ നിരയൊക്കെ ശരിയാക്കുന്നതിൽ സ്പെഷ്യലൈസ് ചെയ്ത ഡെന്റിസ്റ്റുകളാണ് ഇവർ. പല്ലിൽ നിന്ന് നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ആകെ ഘടനയിലേക്ക്, നമ്മുടെ അസ്ഥികൂടത്തിലേക്ക് വരാം. ഓസ്റ്റിയോപ്പതിയുടെ ഒരു കാഴ്ചപ്പാട് വളരെ രസകരമാണ്. അവരുടെ തിയറി അനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ എല്ലുകളുടെ സ്ഥാനം ചെറുതായൊന്ന് തെറ്റിയാൽ പോലും അത് പല അസുഖങ്ങൾക്കും കാരണമാകും. അപ്പോൾ മരുന്നുകൾക്ക് പകരം മസാജ് പോലുള്ള ടെക്നിക്കുകളിലൂടെ ആ എല്ലുകളെ ശരിയായ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാണിവർ ചികിത്സിക്കുന്നത്. പല രാജ്യങ്ങളിലും ഇവർക്ക് മെഡിക്കൽ ഡോക്ടർമാരുടെ അതേ അവകാശങ്ങളുമുണ്ട് കേട്ടോ. ഓസ്റ്റിയോപ്പതിക്ക് ഏകദേശം സമാനമായിട്ടുള്ള പക്ഷെ വ്യത്യാസങ്ങളുള്ള മറ്റൊരു ചികിത്സാരീതിയാണ് കൈറോപ്രാക്റ്റിക്. പക്ഷേ ഇവരുടെ പ്രധാന ഫോക്കസ് എന്ന് പറയുന്നത് നട്ടെല്ലിലാണ്. നട്ടെല്ലിന്റെ ചലനങ്ങളിലൂടെയും അഡ്ജസ്റ്റ്മെന്റ്സിലൂടെയും നമ്മുടെ നാഡീവ്യൂഹത്തിന്റെ, അതായത് നെർവസ് സിസ്റ്റത്തിന്റെ ആരോഗ്യം നിലനിർത്തുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ശരി, ഇനി ശരീരത്തിന്റെ ഘടനയുമായി ബന്ധപ്പെട്ട അവസാനത്തെ സ്പെഷ്യലിസ്റ്റിലേക്ക് പോകാം. നമ്മുടെ ശരീരഭാരം മുഴുവൻ താങ്ങി നിർത്തുന്നത് നമ്മുടെ കാലുകളാണല്ലേ? അപ്പോൾ ആ പാദങ്ങളെക്കുറിച്ച് മാത്രം പഠിക്കുന്നവരാണ് പോഡിയാട്രിസ്റ്റുകൾ. തഴമ്പ്, വളങ്കടി, പിന്നെ ഈ ഫ്ലാറ്റ് ഫുട്ട് പോലെയുള്ള കാലിലെ ചെറിയ പ്രശ്നങ്ങൾക്കാണ് ഇവർ സാധാരണയായി ചികിത്സ നൽകാറുള്ളത്. അപ്പോൾ ശരീരത്തിൽ നിന്ന് നമ്മൾ ഇനി പോകുന്നത് നമ്മൾ എങ്ങനെയാണ് ഈ ലോകത്തെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് എന്നതിലേക്കാണ്, അതായത് പെർസെപ്ഷനിലേക്ക്. കാഴ്ചയുടെ കാര്യത്തിലുമുണ്ട് ഇതുപോലെ ചില കൺഫ്യൂഷനുകൾ. ഒരു ഓപ്റ്റോമെട്രിസ്റ്റാണ് നമ്മുടെ കണ്ണ് പരിശോധിച്ച് കാഴ്ചയ്ക്ക് എന്ത് പ്രശ്നമുണ്ടെന്ന് കണ്ടുപിടിച്ച് കണ്ണടയുടെ പവർ എത്ര വേണമെന്ന് എഴുതി തരുന്നത്. എന്നാൽ ഓപ്റ്റീഷ്യൻ എന്താ ചെയ്യുന്നത്? ആ കുറിപ്പടി അനുസരിച്ച് ലെൻസൊക്കെ തയ്യാറാക്കി നമുക്ക് ആ കണ്ണട ഉണ്ടാക്കി തരുന്നു. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഇവർ രണ്ടുപേരും കണ്ണിന്റെ അസുഖങ്ങൾ ചികിത്സിക്കുന്ന മെഡിക്കൽ ഡോക്ടർമാരല്ല. ഇനി കാഴ്ചയിൽ നിന്ന് നമുക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു അനാലിസിസിലേക്ക് പോകാം. കൈയക്ഷരം നോക്കി ആളുകളുടെ സ്വഭാവം പറയുന്നവരെക്കുറിച്ച് കേട്ടിട്ടില്ലേ? അതാണ് ഗ്രാഫോളജിസ്റ്റുകൾ. ഇവർക്ക് പ്രധാനമായും 2 ജോലികളുണ്ട്. ഒന്ന്, കൈയക്ഷരം അനലൈസ് ചെയ്ത് ഒരാളുടെ സ്വഭാവം, വ്യക്തിത്വമൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. 2, ഒപ്പുകളും മറ്റ് രേഖകളും വ്യാജമാണോ അല്ലയോ എന്ന് പരിശോധിക്കുക. ഇത് ഫോറൻസിക്സിലൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒന്നാണ്. ശരി, ഇനി നമ്മുടെ അവസാനത്തെ വിദഗ്ധനിലേക്ക്. ഇദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ജീവിതത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ്, വാർദ്ധക്യം. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു നിർണായകമായ പോയിന്റ്. ഒരു ജെറോണ്ടോളജിസ്റ്റ് പ്രായമായവരുടെ അസുഖങ്ങളെക്കുറിച്ചല്ല പഠിക്കുന്നത്. അതൊരു മെഡിക്കൽ ഫീൽഡല്ല. പകരം ഒരു സോഷ്യൽ സയന്റിസ്റ്റ് എന്ന നിലയിൽ അവരുടെ സാമ്പത്തികവും സാമൂഹികവുമായ വെല്ലുവിളികൾ, റിട്ടയർമെന്റ് പ്ലാനിംഗ്, അത്തരം കാര്യങ്ങളാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ഈ ഉദാഹരണങ്ങളെല്ലാം നമ്മളെ ഒരു പ്രധാനപ്പെട്ട ആശയത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണ്. കണ്ടില്ലേ, ഒരു വാക്കിനു പിന്നിലെ ആശയം, ആ ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ധാരണ എത്രത്തോളം വ്യക്തമാകുമെന്ന്. അതുകൊണ്ട് കൃത്യമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് നമ്മളെ കൃത്യമായ അറിവിലേക്ക് നയിക്കും. അപ്പോൾ ഇനി നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ,
ഇതുപോലെ യഥാർത്ഥ ആശയം എന്താണെന്ന് മുഴുവനായി മനസ്സിലാക്കാതെ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന വേറെ എന്തൊക്കെ വാക്കുകളുണ്ടാകും? അടുത്ത തവണ ഒരു പുതിയ വാക്ക് കേൾക്കുമ്പോൾ അതിന്റെ അർത്ഥം കാണാപ്പാഠം പഠിക്കുന്നതിന് പകരം അതിന് പിന്നിലെ യഥാർത്ഥ ആശയം എന്താണെന്ന് കൂടി ചിന്തിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങളുടെ അറിവ് കൂടുതൽ ആഴത്തിലുള്ളതാകും, ഉറപ്പാണ്.